ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഹൈഫയിലുള്ള ബസാൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇന്ന് മിസൈൽ ആക്രമണമുണ്ടായി. ഇന്ന് പുലർച്ചെ ഒരു മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലി എണ്ണ ശുദ്ധീകരണശാലയിൽ വൻ തീപിടുത്തമുണ്ടായ ഇറാൻ യുദ്ധത്തിൽ മുമ്പ് ആക്രമണത്തിന് വിധേയമായ തുറമുഖ നഗരമായ ഹൈഫയിലെ ബസാൻ ശുദ്ധീകരണശാലയിൽ നിന്ന് തീജ്വാലകൾ പൊട്ടിത്തെറിക്കുന്നത് ഇസ്രായേലി മാധ്യമങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളിൽ കാണാം. തെക്കൻ ലബനനിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന ലബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഇറാനും ഹിസ്ബുള്ളയും സംയുക്തമായി റിഫൈനറി ആക്രമിച്ചതായി ചാനൽ 12 ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. തീപിടുത്തം നേരിട്ടുള്ള മിസൈൽ ആക്രമണത്താലാണോ അതോ ഒരു ഇന്റർസെപ്ഷനിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ മൂലമാണോ എന്ന് വ്യക്തമല്ലെന്ന് ഔട്ട്ലെറ്റ് പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും ആക്രമണങ്ങൾക്ക് വിധേയരായപ്പോൾ കുവൈറ്റിലെ വൈദ്യുതി ജല ഡീസലൈസേഷണൽ പ്ലാന്റിൽ മെയിൻവൈൽ എന്ന ഇറാനിയൻ മിസൈൽ ഇടിച്ചുകയറി ഒരു തൊഴിലാളി മരിച്ചു. ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ മരിച്ചതായി കുവൈറ്റ് അധികൃതർ പറഞ്ഞു. ഇത് സ്ഥലത്തിന് കാര്യമായ ഭൗതിക നാശനഷ്ടം വരുത്തി. അതേസമയം ഇറാനിയൻ ആക്രമണങ്ങളെ തുടർന്ന് ദുബായിൽ വ്യോമ പ്രതിരോധം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും 5 ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങളുടെ സേന തടഞ്ഞതായി സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിൽ അയവില്ലാതെ പശ്ചിമേഷ്യൻ യുദ്ധം 1 മാസം പിന്നിട്ടു. ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപക ആക്രമണം തുടർന്ന് ഇറാൻ ഇന്നലെ പുലർച്ചെ മുതൽ രാത്രി വൈകുവോളം കൃത്യമായ ഇടവേളകളിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ വ്യോമാക്രമണം തുടർന്നു. അതേസമയം ശനിയാഴ്ച ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ യുഎഇയിലും ബഹ്റൈനിലും അലുമിനിയം ഉൽപാദന കമ്പനികൾക്കാണ് നാശനഷ്ടം നേരിട്ടതെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ബഹ്റൈനിൽ അലുമിനിയം ബഹ്റൈൻ കമ്പനിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 2 ജീവനക്കാർക്ക് പരിക്കേറ്റിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അലുമിനിയം ഉൽപാദകരാണ് ആൽബ. അതേസമയം ഇറാനെതിരെ അമേരിക്ക സജ്ജമായി കഴിഞ്ഞു. 10,000-ഓളം വരുന്ന അമേരിക്കൻ കരസേന പശ്ചിമേഷ്യൻ മണ്ണിലേക്ക് വിമാനമിറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ഇറാനിൽ നിന്ന് വരുന്നതും മറ്റൊരു മുന്നറിയിപ്പായിരുന്നു. നരകത്തിലേക്ക് സ്വാഗതം. ഇറാന്റെ ഔദ്യോഗിക പത്രമായ ടെഹ്റാൻ ടൈംസിന്റെ 1-ാം പേജിലെ ഈ ഒറ്റ തലക്കെട്ട് വരാനിരിക്കുന്ന മഹാവിപത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും. നിമിഷ നേരം കൊണ്ട് ലോകം ഞെട്ടിത്തരിച്ച ഒരു പ്രഖ്യാപനവുമായിട്ടായിരുന്നു ഇറാൻ രംഗത്ത് വന്നത്. അമേരിക്കയുടെ പറക്കും റഡാർ സംവിധാനം, അതായത് അവരുടെ ആകാശത്തിലെ കണ്ണുകൾ തന്നെ തകർത്തു കളഞ്ഞുവെന്നാണ് ഇറാൻ ഇന്നലെ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. ഗൾഫ് മേഖലയിൽ നിലയുറപ്പിച്ച അമേരിക്കൻ സേനയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണെന്നാണ് ഇറാൻ പറയുന്നത്. കരയുദ്ധത്തിന് അമേരിക്ക ഒരുങ്ങുകയാണെങ്കിൽ ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് നിർണായക വിവരങ്ങൾ കൈമാറേണ്ടിയിരുന്ന ഈ വിമാനം തകർത്തത് അവരുടെ കരുത്തിനെ ചെറുതായിട്ടൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്.